ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇതുവരെയുള്ള 2 ദിവസത്തെ പെർഫോമൻസിൽ ആരൊക്കെയാണ് മികച്ച കളിക്കാർ നമുക്ക് നോക്കാം. ഒന്നാമത്തെ വ്യക്തി സിജോ. സിജോ വളരെ ബ്രില്യൻറ്റ് പ്ലെയറാണ്. മുൻകൂട്ടി ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് കളിക്കാൻ സിജോയ്ക്ക് സാധിക്കും. സിജോ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയും അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും കൃത്യമായി ഓരോ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും സിജോയ്ക്ക് സാധിക്കുന്നു. കൂടാതെ എതിരാളിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് കളിക്കാനും സിജോയ്ക്ക് പ്രത്യേക മിടുക്കാണ്. അതുകൊണ്ട് തന്നെ സീസൺ 6 അവസാനം വരെ പോവാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ വിന്നറാവാൻ സാധ്യതയുള്ള, രാജാവാകാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് സിജോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മത്സരാർത്ഥി ജാസ്മിൻ ജാഫറാണ്. ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും, ജാസ്മിൻ വളരെ മികച്ച ഒരു ഗെയിമറാണ്. ഓരോ സന്ദർഭങ്ങളിലും ജാസ്മിൻ കൃത്യമായി ഇടപെടുകയും തൻ്റെ പോയിന്റുകൾ വളരെ കൃത്യമായി ഡയറക്റ്റായി പറയാനും ജാസ്മിന് സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. മാത്രമല്ല, ആരോടും ഗ്രഡ്ജസ് സൂക്ഷിക്കുകയും ഭയങ്കരമായി വെറുപ്പിക്കുകയും ചെയ്യാതെ വളരെ മികച്ച രീതിയിൽ ഒരു ന്യൂട്രലായി ഗെയിം കൊണ്ടുപോകാനും ജാസ്മിന് സാധിക്കുന്നു. മൂന്നാമത്തെ മത്സരാർത്ഥി നമ്മുടെ രതീഷണ്ണനാണ്. ഇന്നലത്തെയും ഇന്നത്തെയും കണ്ടന്റ് മേക്കിങ്ങിൽ പ്രധാനിയാണ് നമ്മുടെ രതീഷണ്ണൻ. പുള്ളി ഒരു പൊടിക്ക് കുറച്ച് ഓവറാണെങ്കിലും നെഗറ്റീവായാലും പോസിറ്റീവായാലും ബിഗ് ബോസ് വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് രതീഷണ്ണനാണ്. പ്രൊമോയിലും എപ്പിസോഡിലും നിറഞ്ഞു നിൽക്കാനും പുള്ളിക്ക് സാധിക്കുന്നു എന്നത് അത്ര ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രതീഷ് വളരെ മികച്ച ഒരു പ്ലെയറാണ്. പുള്ളി വളരെ ശ്രദ്ധയോടെ നീങ്ങുകയാണെങ്കിൽ ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോവാൻ രതീഷ് അണ്ണന് സാധിക്കും. നാലാമത്തെ മികച്ച മത്സരാർത്ഥിയാണ് ഗബ്രി. ഗബ്രി വളരെ സമർത്ഥമായി ഓരോരുത്തരെയും നിരീക്ഷിച്ച് ഇടപെടേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഓരോ വിഷയത്തെക്കുറിച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാനും ഗബ്രിക്ക് പ്രത്യേക കഴിവുണ്ട്. വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സീസണിൽ മികച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള മത്സരാർത്ഥിയാണ് ഗബ്രി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഞ്ചാമത്തെ മികച്ച കളിക്കാരനാണ് മുടിയൻ ഋഷി. മുടിയൻ ഇന്ന് രതീഷിന്റെ ഫാമിലി ഡ്രാമ കരച്ചിൽ നാടകത്തെ വളരെ ഗംഭീരമായ പെർഫോമൻസിലൂടെയാണ് പൊളിച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ഗെയിമിലൂടെ നമ്മുടെ മുടിയൻ കളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഗംഭീര പെർഫോമൻസുമായി കളം നിറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വരും ദിവസങ്ങളിൽ മുടിയന്റെ പെർഫോമൻസുകൾ കൂടുതൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.